ാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. പിന്നെ ആദ്യം അവർ മുസ്ലിങ്ങൾക്ക് നേരെ കൈ ചൂണ്ടും, പിന്നെ അവർ ക്രൈസ്തവർക്ക് നേരെ കൈ ചൂണ്ടും എന്നതിന് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെ, വൈദികർക്ക് നേരെ അതിക്രൂരമായ ആക്രമണം നടത്തുകയായിരുന്നു സംഘപരിവാരങ്ങൾ. തൃശ്ശൂരുകാരനായ ഒരു വൈദികന് നേരെ ആക്രമണം നടത്തിയിട്ട് കേന്ദ്രമന്ത്രിയായ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപിയോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള അഭിപ്രായം? നീ ആരാ? ഈ ചോദ്യമല്ലേ സുരേഷ് ഗോപി ചോദിച്ചത്? ഒരു അക്ഷരം മിണ്ടിയില്ല. ജബൽപൂരിൽ മാത്രമാണോ? ഓർഗനൈസറിലെ ലേഖനം നമ്മൾ കണ്ടില്ലേ? മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിനേക്കാൾ വലിയ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ കത്തോലിക്കക്കാരാണ് എന്ന് ഓർഗനൈസറിൽ എഴുതിയത് നമ്മൾ വായിച്ചില്ലേ? അവസാനം വിവാദമായപ്പോൾ ലേഖനം പിൻവലിച്ചു. ലേഖനം പിൻവലിക്കാൻ സാധിക്കും, പക്ഷേ അവരുടെ മനസ്സിലിരിപ്പ് മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും.